2023 ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ സ്ഥിരമായി സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അതിലൊരു സാക്ഷ്യത്തിൽ ഞാൻ കേട്ടു, ഒരു ആൻറ്റി പറയുന്നുണ്ട്, അവർ കിണർ കുഴിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളമില്ല. അപ്പോൾ കൃപാസന അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം കിണറിൽ നല്ല ഉറവ വന്നെന്നും വെള്ളം വന്നെന്നും. അപ്പം ഞാൻ ഓർത്തു, എന്തുകൊണ്ട് ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ ഈ കിണറിൻ്റെ കാര്യം സമർപ്പിച്ചുകൂടാന്ന്. ഞാനങ്ങനെ ഡെയിലി കുർബാനയ്ക്ക് പോകും. ഒരു ദിവസം കുർബാനയ്ക്ക് പോയപ്പം അമ്മയുടെ ചെറിയ കാശുരൂപം ആയിട്ടാണ് ഞാൻ കുർബാനയ്ക്ക് പോയത്. ആ കുർബാനയിൽ ഉടനീളം ഞാൻ ഈ കിണറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. തിരികെ വന്ന് ഒരു ചാറ്റൽ മഴയുള്ള ദിവസമാണ്. തിരികെ വന്ന് ഞാൻ കിണറ്റിൽ മാതാവിൻ്റെ കാശുരൂപം ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഈ കിണർ മൂടുന്നതാണ് ദൈവഹിതമെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് മണ്ണുകാരെ കാണിച്ചു തരണം. അതല്ല, ഇത് കിണറായിട്ട് തന്നെ കിടക്കണമെങ്കിൽ അമ്മ ഇതിൽ വെള്ളം കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കയറിപ്പോയി അമ്മയുടെ കാശുരൂപം ഇട്ടിട്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ മറന്നുപോയി. ഉച്ച കഴിഞ്ഞ് മോനെ വിളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ കിണറിൻ്റെ വേസ്റ്റിൻ്റെ മേളിലായിട്ട് 1.5 അടി ഹൈറ്റിൽ ഞാൻ വെള്ളം കണ്ടു. സത്യത്തിൽ